രണ്ടാളും ഇതുവഴിയേ വിടവരേ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? അണ്ണാ കാണുന്നില്ല, അണ്ണാ കാണുന്നില്ല, കാണുന്നില്ല. എന്റെ ഫുഡ് കാണുന്നില്ല. നിന്റെ ആ വയറൊന്ന് പൊക്കി വെച്ച് നോക്കണ കാല അവിടെ ആളുണ്ടല്ലേ? എന്റെ ദൈവം ഇവന്മാർ ഇതെല്ലാം കൊളാക്കുമെന്ന് എനിക്ക് തോന്നണേ. കൊള്ളാണ്. കറക്റ്റ് ടെമ്പോ ആയിരുന്നല്ലേ പാട്ട്? കറക്റ്റ് ടെമ്പോ ആയിരുന്നു. ലോറി കറക്റ്റ് ആയിരുന്നു. അത് പിന്നെ വേറെ കേസാണ്. പരിപാടി എത്ര മണിക്കാണ്? പരിപാടി രാത്രി 10 മണിക്ക്. 10 മണിക്ക്. ഇപ്പൊ മണി എത്രയായി? രാത്രി പകല് 9 മണി. നമ്മൾ 9 മണിക്ക് വന്നത് നമ്മളെന്താണ് റിഹേഴ്സൽ നോക്കണത്? എടാ ഇത് വേറെ കാര്യമുണ്ട്. അമേരിക്കയിലുള്ള അച്ചായൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യ അച്ചായന്റെ ഭാര്യ. പുള്ളിയുടെ അതിൽ പൂത്ത കാശുണ്ട്. പുള്ളി ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തേക്കുന്നത് ഈ അച്ചായനാണ്. മനസ്സിലായോ? ഈ അച്ചായന് ഈ നാട്ടിൽ അത്യാവശ്യം പാട്ട് പാടുന്ന ആളാണ്. പുള്ളിക്ക് ഒരു പാട്ട് പാടാനാണ് പുള്ളിയുടെ ആഗ്രഹം. നാട്ടുകാരുടെ മുമ്പിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പരിപാടി പുള്ളി സ്പോൺസർ ചെയ്തേക്കണേ. ഇപ്പൊരു കാര്യം അറിയാമോ? ഈ പരിപാടി എത്ര രൂപയ്ക്കാണ് ഞാൻ പിടിച്ചേക്കണെന്ന് അറിയാമോ? 70,000 രൂപയ്ക്ക് അവന്റെ പൊന്നു മോനെ ഈ പരിപാടിയോടെ പിടിച്ചേക്കണേ. നിങ്ങൾ 70,000 ഞങ്ങൾക്ക് 500 രൂപ തരുള്ളൂ. എനിക്ക് ഡബിൾ പേയ്മെന്റ്. ഡബിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ, നീ ഇന്നലെ ഒരു ബുൾസൈ മേടിച്ചല്ലായിരുന്നു, ഡബിൾ ബുൾസൈ. അതിന്റെ പൈസ ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പിടിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേട്ടൻ ഞാനും ഉണ്ടാവില്ല പരിപാടിക്ക്. മോളില്ലാതെ എനിക്ക് എന്താ ആഘോഷം? നമ്മൾ ഒന്നിച്ചല്ലേ പോണേ. എവിടെ പരിപാടിയുടെ കാര്യമാണ്? എവിടെ പോണു? അമേരിക്കയിലെ പരിപാടി ഉണ്ട്. ഇനി ഫ്ലൈറ്റ് കയറി അടി വാങ്ങാനുള്ള പരിപാടി. നീ വരുന്നില്ലല്ലോ അടി വാങ്ങാൻ. നീ അടി വാങ്ങാൻ നീ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പൊക്കോളാം. എനിക്ക് പാസ്പോർട്ട് ഇല്ല. എനിക്ക് പാസ്പോർട്ട് ഇല്ല. നിന്നേക്കാൾ നന്നായിട്ട് വായിക്കുന്ന ഒരാളെ കൊണ്ടല്ലേ ഞങ്ങൾ പോണേ. അപ്പൊ പിന്നെ നീ എന്തിനാ വരുന്നേ? അണ്ണാ നമ്മളെപ്പോഴും പോണത്? നീയും വരുന്നില്ല. ഞാൻ ഏഞ്ചലോയ്സിന്റെ ഓർക്കസ്ട്രയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കയറി അങ്ങ് പോകും. പരിപാടി പൊളിഞ്ഞു പോയി ഓർത്ത് പോയല്ലോടാ. അല്ലടാ ഇതാണ് നിങ്ങള് നീല ഡ്രസ്, സംഗീത നീല ഡ്രസ്. എടാ നീ അങ്ങനെ സീരിയസ് സംസാരിക്കരുത്. ഇത് നീല ഇത് നീല, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അതല്ല കാശ് കൊടുത്തു എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങള് തമ്മിലൊന്നും ഇല്ല. നീ വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കുവാണെങ്കിൽ ഞാൻ അതേ പിടിച്ചാൽ കേറിക്കോളാം. അവര് ചോദിക്കുക നമ്മള് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. തമ്മിലുള്ളത് അവരറിഞ്ഞോ? അപ്പൊ നമ്മൾ തമ്മിലുണ്ടോ? മറ്റേ പരിപാടി 2000 രൂപ ചേട്ടൻ തരാനല്ലേ? നീ എന്താ അടിക്കണേ? ഞാൻ തബല. അയ്യോ, അപ്പൊ ഇതാര് വായിക്കും? അവൻ വന്നിട്ടില്ല, അത് ഞാൻ വായിക്കും. ഒരു കൈ കൊണ്ട് തബല വായിക്കും, ഒരു കൈ കൊണ്ട് വയലും വായിക്കും. അവന്റെ പേയ്മെന്റ് എനിക്ക് തന്നാ മതി. നിന്റെ പേയ്മെന്റ് ഇന്ന് ഞാൻ തരുന്നുണ്ടോ എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അന്നേരം അവൻ വെല്ലവന്റെ പേയ്മെന്റ് ചോദിക്കാൻ വേണ്ടി നടന്നു. നമ്മളെ സ്ഥലം ഏതാണ്? ചെറായി ബീച്ച്. ചെറായി ബീച്ച്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കണം. ഓ, സ്പോർട്ട് ഗായകൻ വന്നു. സ്പോർട്ട് ഗായകനാണ്. അറിയില്ലേ ഇവൻ ഏത് സ്ഥലത്ത് ചെന്നാലും അവൻ ആ സ്പോർട്ടിനെ കുറിച്ച് നിമിഷം നേരം കൊണ്ടൊരു പാട്ട് കൈന്നിട്ട് പാടിക്കളെ. കൈന്നിട്ട് പാടുന്നല്ല, പാട്ടിൽ കൂടെ ഞാൻ പാടും. ജനങ്ങൾ അറിയില്ല, പക്ഷെ ജനങ്ങളെ ഞാൻ കയ്യിലെടുക്കും. അടിച്ചു കൊല്ലല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പാടാൻ പോകുന്ന പാട്ട് മറ്റേ ഇതാണ്, മറ്റേ ചെറായി ബീച്ചല്ലേ? ചെറായി ബീച്ച്. കമ്പി ആരും എടുത്തായിരുന്നു? ഞാൻ എടുത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പാടുവായിരുന്നു. ഞാൻ ഇവിടെ എന്റെ 2 കമ്പേ ഉള്ളു. കള്ളം പറയല്. ദൈവത്തിന് കമ്പി ഞാൻ എടുത്തില്ല. ഇന്നലെ ഞാൻ തിരിച്ചു പിടിക്കടാ. പേടിപ്പിച്ചു കളഞ്ഞല്ലേ. ചെറായി ബീച്ച് അല്ലേ? ചെറായി ബീച്ച്. तेरे मेरे ചെറായി ബീച്ച് മേ, तेरे मेरे ചെറായി ബീച്ച് മേ. ഓ എന്റെ ദൈവമേ, ഇന്ന് ഉപ്പുവെള്ളം കുടിച്ച് ചാവാനാണല്ലോ ഒന്ന് ഗതി. അല്ല, ചെറായി ബീച്ച് അങ്ങോട്ട് ഓടാൻ പറ്റില്ലല്ലോ. അവിടെ ജനങ്ങളല്ലേ, കടലിലേക്ക് പോയിട്ട് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. ഞാൻ മറ്റേ ലുട്ടാപ്പിയുടെ പാട്ട് പാടുക. അത് ഞാൻ കമ്പോസ് ചെയ്തു. ലുട്ടാപ്പിയുടെ പാട്ടോ? ഏത് ലുട്ടാപ്പിയുടെ പാട്ട്? എങ്ങനെ ഒരു പാട്ട് ഇല്ലല്ലോ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ലുട്ടാപ്പിയുടെ പാട്ട്. അതേത് പാട്ടോ ലുട്ടാപ്പിയുടെ? ഹിന്ദിയില് ഏത് ലുട്ടാപ്പി? എപ്പോഴും നോക്കാൻ തരാം. हवा हवा ये हवा खुशबू लुटापी, कहा कोली खुशबू लुटापी. അല്ല മായാവി. हवा हवा ये हवा खुशबू മായാവി. അല്ല ലുട്ടാപ്പി തന്നെ. എല്ലാവരും സൈലന്റ്.
അയ്യോ രാത്രിയുടെ ഒച്ച കേൾക്കുവാണല്ലോ പകല്. കത്ത അടി പോയി. ഇതെന്നാ ഇത് കട്ട താന്നു പോയി, മേലിലോട്ട് വന്നില്ല. അയ്യോ ഒരു കമ്പിങ്ങെടുത്ത്. അത് തിരിച്ച് ഓക്കെ ഓക്കെ ഓക്കെ. ആ വന്നു. ഇതൊക്കെ സമയത്ത് കേക്ക് വണ്ണ ചേട്ടാ അമേരിക്കക്ക് ഇതും കൊണ്ടാണോ പോകാൻ പോണേ? ഇതല്ല നമ്മൾ വേറെ സാധനം. ഞാൻ കാര്യം അട്ട കംപ്ലൈന്റ് അത്. അട്ടായി. അടിയിൽ നമ്മള് മാത്രം റിഹേഴ്സൽ ചെയ്താൽ മതിയാ. അണ്ണാ മറ്റേ ജൂനിയർ മാൻഡ്രൊക്കെ ഇവിടെ, ജൂനിയർ മാൻഡ്രക്കോ? നമ്മുടെ മെയിൻ പാട്ട് പാടുന്ന ജൂനിയർ മാൻഡ്രക്ക്. എന്റെ ദൈവമേ, ജൂനിയർ മാൻഡ്രക്കല്ല, ജൂനിയർ മാർക്കോസ്. നിനക്കറിയാലോ, ഫെയിമാണ്. അവനെ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി പിടിച്ചേക്കണേ. അവനില്ലെങ്കിൽ പരിപാടിയെ പൊളിയും. പുള്ളിട്ട് വരാൻ പറയുമ്പോ റിഹേഴ്സൽ ഒക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവര് നല്ല ഭാര്യയുള്ള ആർട്ടിസ്റ്റുകളാണ്. ഹലോ, എനിക്ക് മെർമേഡിൽ 7 മണിക്ക് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. റഷ്യൻ 7 മണിക്ക് പൊറോട്ട അടിക്കുന്ന ഈ പ്രോഗ്രാം എന്നാണ് പറയണത്. ചുമ്മാ ഇടാ, ചുമ്മാ. അണ്ണാ മാർക്കോസിനെ വിളിച്ച് അവിടെ എത്തി പോയിരണ. മാർക്കോസ് ഇപ്പൊ എത്തി. ഞാനാണ് പരിപാടി പിടിച്ചേക്കണത്. യാത്രയൊക്കെ സുഖമായി. എന്നത്തിനാ ഓടിയേ? നീ എന്താണ് അസ്ഥാനത്തിട്ട് അടിക്കുന്നത്? എന്നൊരു പഞ്ചിന് അല്ല സമയത്ത് ഇന്ന് കറക്റ്റ് അടിച്ചിട്ടുണ്ടോ? അല്ല ചെക്ക് ചെയ്തു, റമ്മ് ചെക്ക് ചെയ്തു. ബഹുമാനമില്ല, സാരമില്ല. സീനിയർ ആർട്ടിസ്റ്റുകളോടുള്ള ബഹുമാനം അത് ഉള്ളിൽ നിന്ന് വരണം. അത് മനസ്സിലായില്ല, ബഹുമാനമൊക്കെ ഉള്ളിൽ നിന്ന് വരണം. കുഴപ്പമില്ല, സാരമില്ല. അല്ല പുള്ളി അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്നെ വെച്ചാണ് പരിപാടി കൊടുക്കുന്നത്. എന്നെ വെച്ചാൽ ഇങ്ങനെ നിങ്ങളെ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലല്ലേ? വെച്ചിട്ടാണ് ചെയ്തേക്കണേ. സാരമില്ല, കുഴപ്പമില്ല. അപ്പൊ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്, ഞാൻ വരുമ്പോ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരുന്നതായിട്ടുള്ള പൊടി പടലങ്ങള് കയറി വരുന്ന സമയത്ത് പ്രേക്ഷകരുടെ ബഹളം, അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാരത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടി ഈ ആഫ്രിക്കൻ ബായിൽ മാറ്റുന്നവരെ അങ്ങനെ ഈ ഡിസ്കോ രവി എടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടിക്കല്ലെന്ന് പറയണം. അടിക്കരുത് കേട്ടോ. ഡ്രമ്മ് ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു വലിയ വീട്ടിലെ നല്ലൊരു വീട്ടിൽ നോക്കി ഒരു റൂം, അത് AC തന്നെ ആവണമെന്നില്ല, അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഒരു റൂം എനിക്ക് റെഡിയാക്കി. അപ്പൊ ഇതെങ്ങനെ, ഇതെന്താ വില്യംസ് എന്താ ഒക്കട്ടെ എന്താ ഇത്? അല്ലാതെ 6 സാധനം 6 എന്ന് പറയുന്നത് 6 ഇംഗ്ലീഷ് അക്ഷരത്തിൽ എപ്പോഴും സൈലന്റ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ സൈലന്റ് ആക്കിയിട്ട് ഒരു കസേര എടുത്തൊരു കസേര എടുത്തിട്ട് പാക്കാരന് 100 മക്കള്, പ്ലാവില എടുക്കാൻ പാക്കാരൻ തന്നെ പോണം. കുഴപ്പമില്ല, സാരമില്ല. റിഹേഴ്സലോ കാണാ. ചൂടുവെള്ളം, ഒരല്പം ചൂടുവെള്ളം കിട്ടും. ചൂടൻ കിട്ടും കേട്ടോ. ഹലോ, ജൂനിയർ മാർക്കോസ്. ആ ഫോൺ ഓഫ് ആണ്. അല്ല, ഞാൻ വേറൊരു പ്രോഗ്രാമിന്റെ ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ തന്നെ വേണം. എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യട്ടെ? ഞാൻ തന്നെ ഫസ്റ്റ് പാട്ട് പാടണമെന്നാണ് ഇവിടെ നിർബന്ധം. ഓക്കെ. അല്ല, നിങ്ങളെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്നറിയാം, ഞാൻ കയറി വരുന്ന സമയത്തെ അപ്പം ഈ പ്രേക്ഷകരുടെ ആ ബഹളമൊക്കെ ഒന്ന്, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, ഭ്രാന്തൻ. ഡ്രമ്മൊക്കെ വായിക്കുന്ന ഒരു ഭ്രാന്തൻ. ഞാൻ പരിചയപ്പെടുത്തരാം. അവനെ കണ്ടടിച്ചിട്ട് മാറുന്നില്ല, സൂക്കേനെ ഞാൻ മാറ്റി കൊടുക്കാം. എൻ്റെ ഫസ്റ്റ് പാട്ടോടുകൂടി അവൻ കീഴടങ്ങിക്കോളും. ഓക്കെ. അത് നമുക്ക് മറ്റേ പാസത്തിലെ പാട്ടോടാം. പിന്നെ അതല്ല, ഞാൻ വേറൊരു സംഭവം കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ചിക്ക് പുക്ക് റൈലേ കലക്കിത് പാറ് ബസ് സ്റ്റൈലേ സിക്ക് ബാറ് മൈലേ ഓക്കേ നാനടി തൂലേ ചിക്ക് പുക്ക് റൈലേ കലക്കിത പാറ് ബസ് സ്റ്റൈലേ സിക്ക് ബാറ് മൈലേ ഇപ്പൊ ഓക്കേ നാനടി തൂലേ. ഈ പാട്ട് നമുക്ക് പാടാം അവിടെ. ആരെങ്കിലും അടിക്കും. അത് സ്പെഷ്യൽ സോങ് റെക്കോർഡിങ്. ആ പാട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ചെന്നൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, വെച്ചോ. ഓക്കെ. പ്രേക്ഷകർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, കണ്ടില്ലേ? ആ സൗണ്ട് കേൾക്കുന്നില്ല. ഒരു സെക്കൻഡ്. ഞാനൊരു ഗായകനാണ്, എന്നെ കൊലപാതകയാക്കരുത്. മെയിനായിട്ട് നീ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായോ? ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് അത് തുടങ്ങാലോ, വിചാരം. ഓക്കെ, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, സാരമില്ല. അതിനകത്ത് ഓരോ ഓർക്കസ്ട്രകളില് ഞങ്ങള് കാർഗിലില് പരിപാടിക്ക് പോയിപ്പോ ഗാനമേള പൊളിഞ്ഞു. ഒരു പട്ടാളക്കാരൻ മിഷൻ ഗൺ വെച്ച് വെടിവെച്ച് അവനെ. അപ്പഴേ അണ്ണാ, ഇത് എത്ര കട്ടയ്ക്ക് വായിക്കണം? ഏതാണ് ഇത് എത്ര കട്ടയ്ക്ക് വായിക്കണം? കട്ട ഒരു 600 കട്ടമാണ്. കാരണം പറഞ്ഞാൽ നമുക്ക് റൂം കെട്ടിപ്പോക്കുമ്പോ കട്ടളയുടെ മേളിൽ നിൽക്കുന്ന ഈ കട്ടകളെ വിളിച്ചാൽ അങ്ങനെ എന്താ
ഹലോ ഈ പാട്ട് ഏത് പിച്ചിൽ വായിക്കണമെന്ന് ചോദിച്ചതാ. ഇതാ നമുക്ക് നോക്കാം എങ്ങനെ പോകും നോക്കാം. അതെ അതെ നോക്കണമല്ലോ. പോകുന്ന അപ്പം പോട്ടെ. എങ്ങനെ പോകും നോക്കാം. ഗോകുൽരാജ് നമുക്ക് ഡ്രം എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് തുടക്കത്തിൽ വായിച്ചു തരണോ? തുറക്കരുത്. ഞാൻ ആ കമ്മിങ് ആദ്യം പാടും. ഇങ്ങനെ പാടുന്ന സമയത്ത് കേറ്റിങ് വെച്ചാൽ പെരട്ടി വെച്ചാൽ മതിയാ? പെരട്ടി പെരട്ടി നമുക്ക് തികയില്ല. നമുക്ക് ഗ്രേവി കൂട്ടി വെച്ചാലേ നമ്മൾ തികയും ചെയ്യും. പെരട്ടി കഴിഞ്ഞാൽ വറുത്ത എല്ലാവർക്കും തികയില്ലെന്നാണ് വറുത്ത് സത്യം പറഞ്ഞ വറുത്ത് കഴിക്കണമെങ്കിൽ കുടംപുളി തന്നെയാണ്. കുടംപുളി ഇട്ട് വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രേവിയും കൂടെ ഇട്ട് നല്ല പെരട്ടി നല്ല സെറ്റപ്പ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതല്ല ഡ്രം ഇട്ട് പെരട്ടണത്. അങ്ങനെ ചെയ്യാമല്ലേ? പിന്നെ. നോക്കാം, ഞാൻ പാടിയതിന് ശേഷം നമുക്ക് ഓക്കെ. ആട്ടി നല്ല ചേർച്ചയാണ് ഉള്ളത് പറയാലോ. നല്ല ചേർച്ച. അല്ല എന്താ നമ്മളെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാട്ട് വേണ്ട, എന്നെ കണ്ടാ മതി, ജനത്തിന് എന്നെ കണ്ടാ മതി. അതാണ് ഞാൻ എന്ത് ചെയ്യാനാ. ചിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം. ഓക്കെ മെയിനായിട്ടേ തതരിന പാടുന്ന സമയത്ത് ഒന്ന് ബ്രേക്ക് തരണം. കാരണം ഈ ഒരു തതരിന പാടിയിട്ട് ഞാൻ മുടി ഇങ്ങനെ ആക്കും. അത് വേണം, ജനത്തിന് അത് വേണം. ഇങ്ങനെ ആക്കും. ജനത്തിനോ? രണ്ടാമത്തെ തതരിന പാടിയിട്ട് ഈ മുടി ഇങ്ങനെ ആക്കും. അത് ജനത്തിന് മെയിനായിട്ട് അത് വേണം. അത് രണ്ട് സൈഡിൽ നിന്നുള്ളത് വേണം ജനത്തിന്. ഓക്കെ ശരി. ശ്രുതിയൊക്കെ ഭയങ്കര ശുദ്ധം. അതെ, എന്താന്നറിയില്ല. കാരണം നമ്മുടെ ഈ ഗാംഭീര്യമുള്ള സൗണ്ട് അത് അങ്ങനെ വരുന്നുണ്ടാ. മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി, മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി, പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി, സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി, സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി, അറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി, അറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി, പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി, സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയുടെ മരപ്പുപട്ടി, മറിയേരമ്മേരാട്ടുകുട്ടി മണിയുടെ മര സോപ്പുപട്ടി, പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി, സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി, സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി. തതരീന ഇത് ഫസ്റ്റ് പാട്ട്. ഇതാണ് ഫസ്റ്റ് പാട്ട്. ഫസ്റ്റ് പാട്ട് ഇതോ? ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ജനം എന്നെ വിളിക്കുന്നത്. ഈ പാട്ട് നീ ഫസ്റ്റ് ഗാനമേളയ്ക്ക് പാടി കാലെ പിടിച്ച് ചവിട്ടി നിലത്തടിച്ചിട്ടുണ്ടല്ലോ. തെക്കോട്ടും വടക്കോട്ടും ഞാൻ എടുത്തറിയും. അല്ല സുഹൃത്തെ, ഒരു കാര്യം പറ്റേ, ഈ പാട്ട് പാടുമ്പോ കരഘോഷം, ജനങ്ങളുടെ കരഘോഷം. അതുണ്ടാവും. കരഘോഷം നിന്റെ പുറത്തായിരിക്കും. അത് ഞങ്ങൾ ഇങ്ങനെ കൊള്ളണ്ടടാ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് എന്റെ അടുത്ത് പറയില്ല ആ പാട്ടുണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യട്ടെ? ഈ പാട്ടാ പാടാൻ നിന്റെ ഉദ്ദേശം നീ ഇപ്പൊ തന്നെ നീ വിട്ടോ. നീ വിട്ടോ, നീ പാടണ്ട. ഒരു കാര്യം, ഫസ്റ്റ് പാട്ടെങ്കിൽ ഇന്നീ പാട്ട് ഞങ്ങൾ അച്ചായനുണ്ട്. അല്ല, പരിപാടി സ്പോൺസർ ചെയ്ത അച്ചായനുണ്ട്. അച്ചാറ എന്താ ആയിക്കോട്ടെ. ഈ ഫസ്റ്റ് പാട്ട് ചെയ്ത് പാടാറോ? അല്ല, ഫസ്റ്റ് പാട്ട് ഇത് പാടാ, വേറെ എന്തെങ്കിലും പാടാം. ഫസ്റ്റ് പാട്ട് വേറെ പാടാം. വേറെ നന്നായിട്ട് പാടുവോ? വരുന്നത് നന്നായിട്ട് പാടുമെങ്കിൽ ഈ സൈസ് അല്ലല്ലോ. അല്ലല്ല, അമ്മായിമ്മയുടെ സോപ്പ് പൊട്ടി. അല്ല നടക്കണ കേസ് തന്നെയാണ് ഇത്. പെട്ടെന്ന് ആവട്ടെ അങ്ങോട്ട്. എന്താ പാട്ട് പാടിയ അമ്മായിമ്മയുടെ? ഫസ്റ്റ് ഹലോ 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 ചെക്കിംഗ്. ഹലോ ടെസ്റ്റ്. ഹലോ. ജൂനിയർ മാർക്കോസിന്റെ ഗാനമേള ആരംഭിക്കുന്നു. ആദ്യ ഗാനം ആലപിക്കുന്നത് കുറിവരച്ചാലുമെന്ന് ഗാനം ആലപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ജൂനിയർ മാർക്കോസ്. താങ്ക് യു വെരി മച്ച്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ? Ready, 1, 2, 3, start. കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും അടിപൊളി. കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്
മഞ്ജുഭാഷിണി മഞ്ജുഭാഷി വാ പൊളിക്കടാ നിന്റെ വായിക്കാത്ത ഞാനിത് അണ്ണാ അണ്ണാ, വേണ്ട 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 പിന്നെ ഇവനെന്നാ എനിക്ക് ആളെ മനസ്സിലായി ഓർമ്മയുണ്ടോ? അത് മനസ്സിലായില്ലേ? മണ്ണാമല ഒന്ന് നല്ലപോലെ ഓർത്ത് നോക്ക്. എനിക്ക് പിടിയിട്ടുന്നില്ല. മണ്ണാമല ക്ഷേത്രം മനസ്സിലായില്ലേ? കൊല്ലം മണ്ണാമല അയ്യാ പിടി ഇപ്പഴാ കിട്ടിയത്. അത് ഫസ്റ്റ് ചേട്ടാ ഈ നേരത്തെ പാടിയ പാട്ടാ പാടിയേ. ഞാനായിരുന്നു കീബോർഡ് വായിച്ചത്. അമ്മയുടെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ വല്ല ഓർമ്മ ഉണ്ടായിരുന്നോ? ബസ് പാട്ട് അന്ന് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ പ്രോഗ്രാമിന് വേണ്ടി കാർ ഓടിച്ചിങ്ങനെ സ്പീഡിൽ വരുന്നത് താമസിച്ചുപോയി. കാർ ഓടിച്ചിങ്ങനെ സ്പീഡിൽ വന്ന സമയത്ത് 4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ സ്പീഡ് വണ്ടി ഓടിച്ച് വന്നത്. പക്ഷേ ഫസ്റ്റ് പാട്ടിന് ശേഷം ഉണ്ടല്ലോ അത്ഭുതകരമായിട്ട് 2 മണിക്കൂർ കൊണ്ട് എനിക്ക് വീട്ടിൽ എത്തേണ്ടി വരും. കമ്മിറ്റിക്കാർ മൂക്ക് പിടിച്ചെന്തോ റോഡിൽ വരച്ചെന്നൊക്കെ പറഞ്ഞു. നല്ല ഇവിടെയൊക്കെ 10 ചുണ്ടുവല്ലേ ഇരുന്നത്. അന്ന് ഹിന്ദി പാട്ട് പാടിയ അണ്ണനാണ്. പിന്നെ അമ്മ എത്ര പ്രാവശ്യം എനിക്ക് ധൈര്യം എന്നറിയാം ക്ലിയർ ആക്കി. ഓരോ പാട്ട് പാടുമ്പോഴേ ഞാൻ ഓരോരോ സമ്മാനമായിട്ട് ഞാൻ വീട്ടിൽ ചെല്ലും. ചില സമയത്ത് കണ്ണടിച്ച് പൊട്ടിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഭക്തിയാനം പാടിയെന്ന് എന്തോ പല്ല് എന്തോ ഏതാണ് ഇത് ഹിന്ദി പാട്ട് പാടിയത്? ഇപ്പോഴും കമ്മിറ്റി ഓഫീസ് ഇരിക്കല്ലേ ഈ പല്ല്. അത് ചെയ്ത് ക്ലിയർ ആളെ മനസ്സിലായി. മനസ്സിലായല്ലോ? പിന്നെ മനസ്സിലായില്ലേ? പാട് പാട്. പിന്നെ എവിടെയോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ ഒരു ഫ്ലെക്സ് എടുക്കട്ടെ. സെൽഫി അല്ല, സെൽഫി സെൽഫി. പറയൂ എന്താ? എനിക്ക് സാറിന്റെ കൂടെ ഒരു സെൽഫി. എന്റെ സത്യം പറഞ്ഞല്ലേ, ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഒരു മനുഷ്യൻ എത്ര സമയം ഫോട്ടോ എടുക്കുക, എത്ര പ്രാവശ്യം ഫോട്ടോ എടുക്കുക? എനിക്ക് 1000 പ്രാവശ്യം ഒരു എടുക്കുക. ഫോട്ടോ മതി, ഒരു സെൽഫി. എന്താ ഇത് ഫോട്ടോ എടുത്ത് സത്യം പറഞ്ഞ വയ്യ എനിക്ക്. ഒരു കാര്യം ഫോട്ടോ എടുക്കാം. തോള് കയറ്റി മുകളിൽ കൈയിട്ട് ഞാൻ 3-4 വിരലും കൊണ്ട് ചോറിന്റെ വരും. ഞാൻ ഈ വിരൽ ഒടിച്ച് ഇവിടെ വെക്കും. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ സാധാരണ എടുത്തോട്ടെ സാർ. എടുത്തോ. ഇത് പ്രൊഡ്യൂസർ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അതെ കൊള്ളാം, നന്നായി. ഒന്ന് ചിരിക്കോ, മുഖം കാണുന്നില്ല. ഒന്ന് ലൈറ്റേ. ആണോ? അതാണ്. താങ്ക് യു. കുഴപ്പമില്ല. ജൂനിയർ മാർക്കസിന്റെ ഫോട്ടോ എടുക്കാനുള്ള ബാക്കി ഉണ്ടായല്ലോ. അതെ. സന്തോഷം. അപ്പൊ എന്തിനാ ഈ ഫോട്ടോ എടുത്ത എനിക്ക് മനസ്സിലായില്ല. അതല്ല, ഇനിയിപ്പോ അടുത്ത പരിപാടിക്കൊക്കെ എന്നെ വിളിക്കുമല്ലോ പാട്ട് പാടാൻ എന്നെ. തീർച്ചയായും. അപ്പൊ സാറിന്റെ പാട്ട് ഇത്രയും നേരം ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രല്ല, ഈ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് പറയാലോ അവരുടെ അടുത്ത് ഈ ഫോട്ടോയിലുള്ള ആളുണ്ടെങ്കിൽ ഇനി ഞാൻ പരിപാടിക്ക് വരില്ല. അത് ശരി. അപ്പൊ കോമഡി പറഞ്ഞാണല്ലേ? അവള് സീരിയസ് ആയിട്ട് പറഞ്ഞ എല്ലാരും കൂടെ എന്നെ ഇവിടെ നിർത്തി ഉരിക്കുകയാണല്ലേ? അതാരല്ല ഇയാള് പാടണ്ടായാണ്. നമുക്ക് അച്ചായനെ വിളിച്ചാലോ? അച്ചായനെ വിളിക്കാതാണ് ഏറ്റവും ഏക ആശ്രയം അച്ചായനുള്ള. അവിടെ മാറി മാർക്കോസിനെ വെച്ച് പാട്ട് മാറ്റണ അവിടെ ഫ്രണ്ടിൽ ഇരണക്കേടാണ്. ഇതിനൊക്കെ ആദ്യം വരുമ്പോൾ ആലും കണ്ടാൽ തന്നെ ഇരണക്കേട് മാറ്റി എനിക്ക് ഈ ജൂനിയർ മാർക്കോസിനെ വെച്ച് നിങ്ങൾ ഗാനം ഇവിടെ പിടിച്ചിട്ട് ജൂനിയർ മാർക്കോസിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിന്നെ കീറി 4 അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് ജൂനിയർ മാൻഡ്രേക്ക്. അല്ല ജൂനിയർ മാർക്കോസ്. ജനങ്ങളടുത്ത് സമാനം പറയാം. മാറില്ല അച്ഛനെ വിളി. അച്ഛനെ അച്ചായന്റെ പാട്ട് പാടാൻ സമയമായി. സിസിലി കുട്ടിയുടെ തേപ്പ് പെട്ടി പാട്ടി തള്ളരെ മുറുക്കാൻ പെട്ടി. കടപ്പുറം കൊണ്ടാ മണലിൽ കുഴിച്ചിട്ടുള്ള ആൾക്കാര്. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ അമ്മര സോപ്പ് പെട്ടി പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കുട്ടം പെട്ടി സിസിലെ കുട്ടിയുടെ തേപ്പ് പെട്ടി പാട്ടി തള്ളരെ മുറുക്കാൻ പെട്ടി. വിളിച്ച അബദ്ധായി പോയെന്നുള്ളത് എനിക്ക് അറിഞ്ഞു. നിങ്ങളല്ലേ തലയെ കെട്ടി കൊണ്ടാണ് മൈക്കൊക്കെ പറയും മാറ്റണ്ട. മൈക്ക് എടുക്കല്ലേ? നമ്മൾ ഇരിഞ്ചേത്ത് പാടിയത് എന്റെ അണ്ണ ഒന്ന് പോയി തരാമോ? കാലുവേന എടുക്കണം ഇവിടെ. അവന്റെ ചെവി പിടിച്ചോടെ കൊടുക്കുക 2 അടി കഴിക്കും. നിങ്ങൾ അച്ഛനെ അച്ചായോ? ഹലോ, അറിയാം ഞാൻ ടിവിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ടതുപോലെ ഉണ്ട് ഓർമ്മയുണ്ട്. കണ്ട് ഓർമ്മയുണ്ട്. റേഡിയോയിലുണ്ട്. അതെ റേഡിയോയില്ല. അപ്പൊ കണ്ടു കാണും. ഹലോ ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. എന്നെ ഉണ്ട് കോമഡി. നല്ല കോമഡി. ഞാൻ ഡ്രം വായിക്കും. അതെ എന്തോ എനിക്ക് കണ്ട് നല്ല ഓർമ്മ. അച്ചായൻ ഉദ്ദേശിച്ച ഡ്രമ്മടി. ഡ്രം അതാണ് ഞാൻ കണ്ടടിയും ഡ്രമ്മടിയും അതാ ഉദ്ദേശിച്ചത്. ഹലോ, കീബോർഡ്. ഞാനാണ് കീബോർഡിസ്റ്റ്. ഓക്കെ. എന്നും ടിവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ടിവിയിലുണ്ടല്ലോ? ഞാൻ ഇതുവരെ ടി വി കണ്ടിട്ടില്ല. ഇതുപോലുള്ള ആരും ആയിരിക്കും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ. അതെ
പാട്ട് കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഫീമെയിൽ. അതെ, അതെ. ഓക്കെ. നമസ്കാരം. എന്റെ സ്വന്തം ഹലോ. ഞാൻ തബലിൽ പാടുന്ന കുട്ടിയാണ്. ഓക്കെ ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് പാട്ട്. നമസ്കാരം ചായ. നമസ്കാരം. അതാരാണ്? ഒരു മാർക്കോസിനെ അഴയിൽ ഉണങ്ങാൻ ഇട്ടേക്കുവാ. നമസ്കാരം. കണ്ടത് വളരെ സന്തോഷമുണ്ട്. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ പിന്നെ സംഗീതത്തിൽ ഉപവസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്കൊരു വിലങ്ങുതടിയാകും. അങ്ങനൊന്നുമില്ല. അയ്യോ അതൊന്നും അങ്ങനൊന്നുമില്ല. കുഴപ്പമില്ല. കേറി വരണം. നിങ്ങൾക്ക് ഇവിടുത്തെ കലാകാരന്മാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അമേരിക്കയിൽ ആണെന്ന് കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഞാൻ ഇവിടെ ഒരു 5-6 വർഷം മാത്രമേ ഞാൻ ഒരു ക്ലാസിക്കൽ കുറച്ച് പഠിച്ചു. 5-6 വർഷം പഠിക്കാൻ പറ്റുള്ളൂ. 5-6 വർഷം പഠിച്ചു. അപ്പൊ ഒരു പെട്ടെന്ന് എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു. തീർച്ചയായിട്ടും ഞാൻ അമേരിക്കയിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങിയിരുന്നേ. 6 വർഷം പഠിച്ചായിരുന്നല്ലേ? 6 വർഷം. അപ്പൊ 1 വർഷം കൂടെ പഠിച്ചിരുന്നെങ്കിൽ എന്നെ കടത്തി വെട്ടിയെന്നെ. നിങ്ങൾ എത്ര വർഷം പഠിച്ചെന്ന് പറഞ്ഞത്? ഞാൻ 7 വർഷം. 7 വർഷം. ഒന്ന് കൂടുതലാണ്. അതാണ് ഇവിടെ പറഞ്ഞല്ലേ. ഇപ്പോൾ ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ കുഴി പോകുന്നത് വരെ എനിക്ക് സംഗീതം. നിങ്ങളെ പോലെ എനിക്ക് ഭയങ്കര ആത്മാർത്ഥമാണ് കല എന്ന് പറയുന്നത്. ആണോ? പിന്നെ അപ്പൊ അല്ല, ഇത് ഞാൻ ഈ സൈസ് ഇല്ലേ, ഈ സൈസ് ചെണ്ട വീട്ടിൽ 6 എണ്ണം ഉണ്ട്. ചെണ്ട അത് പിന്നെ കയറുണ്ട്. ഇതിന്റെ കയർ ഇത് കൂടിയതാന്ന് തോന്നുന്നു അല്ലേ? ഇത് സിംഗപ്പൂരിൽ നിന്ന് വരുത്തിയത്. സിംഗപ്പൂരിൽ നിന്ന് വരുന്നത് അതാണ്. നിങ്ങളുടെ കയറുണ്ടോ? അതെ, ഈ ചെണ്ടയുണ്ട് നമ്മുടെ വീട്ടിൽ. മോനെ വായിക്കാനായിട്ട് ഈ ചെണ്ടയോ? അതെ. പിന്നെ ഈ ചെണ്ടയുണ്ട്. ഒരു കമ്പ് ഇതിന് കൊടുക്കാ വായിക്കാൻ. മോനൊരു കമ്പ് ഇവിടെ കൂടെ ഇത് വായിക്കാൻ. നിന്റെ 2 കമ്പ് ഉണ്ട്. ഒരു കമ്പ് ഇത് എനിക്ക് വേണം. ഇത് 2 എണ്ണം വിട്ട് അടിക്കണം. തമാശ ഞാൻ പറഞ്ഞു, എല്ലാരും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? എനിക്കതൊരു തമാശ ആദ്യം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇൻസ്ട്രുമെന്റ്സിന്റെ പേരെല്ലാം അറിയാൻ കേട്ടോ. തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു. 5 വർഷം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സോങ് തുടങ്ങാം. അച്ചായൻ തന്നെ പറഞ്ഞു. നായിക ക്രിസ്ത്യ പാട്ടാണ്. പള്ളിയിലല്ലേ പ്രോഗ്രാം അല്ലേ? അപ്പൊ ഏത് പിച്ചിലാണെന്നൊന്നും പിച്ച് 2.5 കിട്ടും. 2.5 കിലോയോ? 2.5. അത് നിനക്ക് കിലോ കണക്ക് അറിയോ? ഇതെന്തിനാ പിന്നെ കൊണ്ടു നടക്കുന്നത്? ഏത് പാട്ടാ? സത്യനായിക എന്നുള്ള പാട്ട് ആദ്യം. അതിനേക്കാളും എന്റെ ആട്ടുംകുട്ടിയല്ലേ നല്ലത്? മറിയുടെ ആട്ടുംകുട്ടിയുടെ കാലും കയ്യും തന്നെ. അച്ചായൻ പാടച്ചയ വെച്ചിട്ട് റെഡി. 1 2 3 4. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക കാലത്തിൻ്റെ കവിതയായ പുണ്യതീരമേ നിന്നോളി കണ്ടുണർന്നിടാത്ത കാതു കാടണോ? ഒരു കുഴപ്പമുണ്ട്. അല്ല, അച്ചായൻ അറിയാവുന്ന ഈ പാട്ടില്ലേ? അതെ. ഇതിന്റെ ഓർക്കസ്ട്രേ ഈ പൊട്ടന്മാർക്ക് വായിക്കാറില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലേ പാട്ട്? കേട്ടിട്ടില്ലേ? നടക്കണ കേസല്ല നടക്കണ കേസല്ല. ഇത് പഴയ പാട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല. എന്താണ് പാടുന്നത്? അച്ചായന്റെ അത്ര ജ്ഞാനികളല്ല ഇവര്. ഓക്കെ. വേറെ ഏതെങ്കിലും വേറെ നമുക്ക് മറിയേരമ്മേ രാട്ടുകുട്ടി മണി എന്റെ സോപ്പ് പെട്ടി. മറിയേരമ്മേ രാട്ടുകുട്ടി മണി എന്റെ സോപ്പ് പെട്ടി. ഡിസ്റ്റർബ് ആണല്ലോ. എടാ മറിയുടെ അമ്മയുടെ സോപ്പ് പൊട്ടി ആ തീയിലിട്ടം കത്തിച്ചല്ലടാ. അല്ല, അത് സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട് പറയൂ. ആദിയുഷ സന്ധ്യ പൂത്ത്. അത് കൊള്ളാം. അത് നല്ല പാട്ടാ. അത് ഓക്കെ. അത് റെഡിയാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗ താളമാർന്നതിവിടെ ബോധനിലപ്പാൽ ചുരന്നു മാമുനിമാർ പദം ചെയ്തു ആത്മ അത് അങ്ങോട്ട് വേണ്ടല്ലേ? ആ പാട്ട് വേണ്ട. നമുക്ക് ലാലേട്ടന്റെ പാട്ട് പാടിയല്ലോ. കണ്ണ അതാകുമ്പം എല്ലാവർക്കും ഓളമായിട്ട് നിൽക്കുന്നില്ലേ? അത് പിള്ളേരും പാടുന്നത്. അത് കുഴപ്പമില്ല. അത് നടക്കണ കേസല്ല. എന്താ അവിടെ ഒരു ചർച്ച? ഈ പാട്ട് പാടിയാൽ മതിയായിരുന്നു. അന്നാർക്കും മതിയായിരുന്നു. അതല്ലേ ഇച്ചിരി മേളം തനിക്കും വായിക്കാൻ പറ്റും. ഓക്കെ. അത് ബാക്കിയൊക്കെ തളർന്നു കിടക്കുവാണല്ലോ. 1 2 3 സ്റ്റാർട്ട്. കേട്ടു. അണ്ണാര കണ്ണാവ പുവാല ചെങ്ങാത്തം കൂടാൻ വാ മൂവാണ്ടൻ മാവേ വാ
ഒരു കിന്നാരപ്പൂ അണ്ണാരക്കണ്ണ അല്ല കൊള്ളാതെ പാടട്ട് പാടട്ടെ പാടല്ലേ പാടാം കൊള്ളാം കൊള്ളാം പാടട്ടെ അണ്ണാരക്കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ മൂവാണ്ടൻ മാദേവാ ഒരു കിന്നാരപ്പൂ നുള്ളിതാതാ. അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് അണ്ണാ ഇതിനെക്കാട്ടി മറിയാട്ടുകുട്ടിയാണ് വെച്ച് ആണോ സീരിയസ് ആയിട്ട് പാട്ടുപെട്ടി ആൾക്കാരെ അടിക്കും വെറുതെ കുട്ടം പെട്ടി ഇത് നടക്കണ ദിവസമൊന്നുമല്ല ചേട്ടാ. ഇങ്ങനെ നന്നായിരുന്നല്ലോ. പിന്നല്ല? പേരെന്താണ്? 10,000 രൂപ നമുക്ക്. അണ്ണാ 70,000 ഉയിര് പോവണ ഇതൊക്കെ പാടിക്കാൻ ഞങ്ങൾ എന്താണ് ഈ പറഞ്ഞത് എടാ, നിനക്കും പറ്റില്ലേ? എന്നെ കൊണ്ട് പറ്റില്ല. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 70,000 രൂപ കിട്ടും. എന്നെ കൊണ്ട് നോക്കൂലേട്ടാ എന്നെ കൊണ്ട് നോക്കൂല ഞാനില്ല എന്റെ ഡ്രം അങ്ങനെ കുത്തി കണ്ടിട്ടാണ് എനിക്ക് അതുകൊണ്ട് ജീവിക്കാറില്ല നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നണ്ണ ഞാനും ഇല്ല. എങ്ങനെയാലും പറഞ്ഞു ഒഴിവാക്കട്ടെ. ആരാ മച്ചാ അച്ഛയ ഇതിപ്പം അച്ഛാ പാട്ട് ഭയങ്കര പിച്ച് ഔട്ടാണ് ബോറാണ് പാട്ട് പരാജയമാണ് അച്ഛാ എന്റെ പാട്ട് പാട്ട് ബോറാണ്. അതിപ്പോ എന്താ വേണ്ടേ? എന്റെ പാട്ട് പരാജയമാണല്ലോ സീരിയസ് ആയിട്ട് പറയാം അച്ഛാ നമ്മൾ ഈ തൊഴിലും കൊണ്ട് നടക്കുന്നവരാണ് പ്ലീസ് അല്ല അതപ്പോ എന്തായാലും പ്രോഗ്രാം അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് പ്രോഗ്രാം നമുക്ക് നടത്താതിരിക്കാനും പറ്റൂല. ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അച്ഛനെ പറഞ്ഞ പൈസ ഒക്കെ തരുവാണെങ്കിലേ പ്രോഗ്രാം അങ്ങ് നടത്തേക്കാം അല്ലേ? അതെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ തരും. പക്ഷെ ഒരു പാട്ട് ഞാൻ പാടുമ്പോൾ ആ പാട്ട് പാടി നിങ്ങൾ പേയ്മെന്റ് തരുമ്പോൾ എന്റെ പേയ്മെന്റ് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും. എന്റെ പേയ്മെന്റ് ഞാൻ പാടുന്നില്ലേ, ഞാൻ എന്റെ പേയ്മെന്റ് എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം പേയ്മെന്റ് ഇല്ലേ? പേയ്മെന്റ് ഇല്ലേ? നിങ്ങൾക്കെല്ലാം പേയ്മെന്റ് ഇല്ലേ? അപ്പൊ എന്റെ പേയ്മെന്റ് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും. അച്ഛന്റെ പേയ്മെന്റ് എത്ര? എന്റെ എത്ര ഞാൻ മൊത്തത്തിൽ പറഞ്ഞിരിക്കും? 70,000 അല്ലേ? അപ്പൊ എന്റെ പേയ്മെന്റ് 50 രൂപയാണ്. എന്റെ 50,000 രൂപ എന്റെ പേയ്മെന്റ്. 50,000 രൂപ അച്ഛനും എടുക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഒരു ഗായകൻ പാടുമ്പോൾ അത്ര പേയ്മെന്റ്. എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് പൈസ പോലും ആവുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ പൈസ അല്ലേ വാങ്ങി, ലക്ഷക്കണക്കിന് പൈസ അല്ലേ മേടിക്കുന്നത്. ഞാൻ അവിടുന്ന് പഠിപ്പ് ഞാൻ 50,000 രൂപ മേടിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അപ്പൊ എത്ര? പിന്നെ പള്ളിയുടെ സംഭാവന ഒരു 50,000 രൂപ, സോറി 5,000 രൂപ. അവൻ മൊത്തത്തിലായി 55,000 രൂപ. ബാക്കി 10,000 രൂപ നിങ്ങൾക്ക് തരും. 10,000 രൂപ അത്രേ ഉള്ളൂ എന്റെ പേയ്മെന്റ്. പിന്നെ പള്ളിയുടെ സംഭാവന അങ്ങനെ പറയല്ല അച്ഛാ. അത് അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ പിടിച്ചുകൊണ്ടേ അത് ഈ ടീമുകള് എന്റെ പേയ്മെന്റ് എനിക്ക് പാടാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള പാട്ടുകാരനല്ല ഞാൻ. അല്ല അമേരിക്ക 6 വർഷം ഞാൻ സംഗീതം പഠിച്ച ആളാണ്. അല്ല അച്ഛാ നിസ്സാരമായി പാട്ട് പാടാൻ പറ്റുമോ? അങ്ങനെ നിങ്ങളുടെ പരിപാടി ഇവിടെ വേണ്ട. നിങ്ങൾ അങ്ങനെ തർക്കിക്കണം. നിങ്ങളുടെ പ്രോഗ്രാം ഇവിടെ വേണ്ട. അയ്യോ അങ്ങനെ വേണ്ട ക്യാൻസൽ ചെയ്ത പരിപാടി വെച്ചാൽ പ്രോഗ്രാം ക്യാൻസൽ. അല്ല അപ്പൊ എന്റെ പ്രോഗ്രാം ക്യാൻസൽ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? പരിപാടി വെച്ചാൽ അയാൾക്ക് 50,000 കൊടുക്കണം. ഇത് വാട കൊടുക്കണതിന്. പിന്നല്ല അതിന് വാട കൊടുക്കണം. നിങ്ങൾക്ക് അല്ലാതെ പോയോടെ ഇത് നോക്കട്ടെ. പെട്ടിയാട്ടം വിളിച്ചാൽ വീട്ടിൽ പോകാൻ പറ്റൂ. അല്ല ഇപ്പൊ എന്നാ നിങ്ങൾ പൈസ തരണം. ഈ അവസരത്തിൽ ഞങ്ങളോട് ഇങ്ങനെ പൈസ ചോദിക്കണ ഇത് എന്നാ ഒരു പോംവഴി? പോംവഴി മറ്റേ മറിയരമ്മ പോയാ അല്ല ഒരു കാര്യമുണ്ട് ഒന്നേ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അല്ല മണമുണ്ട്, മൂത്രത്തിന്റെ മണമല്ലോ. മുല്ലയ്ക്ക് മണമില്ല ഉണ്ട്. ആര് പറഞ്ഞു? എന്താ കാര്യം പറ. അല്ല അതേ പരിപാടി നടക്കില്ല. ചായം കാലു മാറി. അതെനിക്ക് അറിയാലോ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. ഈ ഞാൻ ഇത് എത്ര നാളായി സംഗീതത്തില്, എത്ര നാളായി. അപ്പൊ എനിക്കറിയാലോ എങ്ങനെയാണ് പോകുന്നത്. എനിക്കറിയാലോ. ബാക്കിൽ മുടിയൊക്കെ കളയണം. അത് ഇവിടെ തുടക്കണ്ടേ ഈ പല്ല് പോയിരിക്കുന്നത് കഴിഞ്ഞ പാട്ട് പാടി. നമുക്ക് ഈ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമല്ലോ, ഓരോരുത്തർക്ക് വീട്ടിലെത്തണമല്ലോ. അതിനുവേണ്ടി നമുക്ക് ഒരു പട്ടം പാടിയാലോ? അതായത് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഇപ്പൊ ജൂനിയർ മാർക്കോസിന്റെ ആവശ്യം വന്നു. അത്രയല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അല്ല നമ്മളെ ബോർഡൊന്ന് തിരിച്ചു വയ്ക്കണം. തിരിച്ചു വെക്കണം. ബോർഡ് തിരിച്ചു വയ്ക്കണം. മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, പരിപാടി പൊളിയൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഉത്സവപ്പറമ്പിൽ ഇറങ്ങി ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കാപ്പി വിട്ട് പൈസ മാറ്റിട്ട് എനിക്ക് പോകാൻ ചെയ്യാം. അപ്പൊ അതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ഇത് തിരിച്ചു ദൈവം എന്റെ കൂടെ, ദൈവം എന്റെ കൂടെ, അവസാനം എന്റെ കയ്യിൽ തന്നെ വന്നു. അപ്പോ ഗാനമേള ആരംഭിക്കാൻ അല്ല നേരത്തെ ഉണ്ടായിരുന്ന ബോർഡല്ലല്ലോ ഇത്. ഏത് ബോർഡ്? ഇതേ അതെ വേറെ കാര്യമുണ്ട്. നമ്മുടെ നിർധനരായ കുടുംബങ്ങൾക്കായിട്ടുള്ള സഹായ നിധി. നമ്മളൊക്കെ നിർധനരാണല്ലോ. ഇവിടുന്ന് വീട്ടിൽ പോകണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. വീട്ടിൽ പിന്നെ അരിയൊക്കെ മേടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയി ഗാനമേള നടത്തിയിട്ട് വേണം, അതിന്റെ കളക്ഷൻ കിട്ടിയിട്ട് വേണം പോകാൻ. എവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. അതിങ്ങനെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എഴുതി ബാക്കിൽ വെച്ചേക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്ത് തന്നെ പോവാം. അതെ. പ്രിയമുള്ളവരെ, ജൂനിയർ മാർക്കോസിന്റെ ഗാനമേള ആരംഭിക്കുന്നു. നിർധന കുടുംബ സഹായ നിധിയിലേക്ക് ഗാനമേള ആരംഭിക്കുന്നതിന് വേണ്ടി നിങ്ങളിലുള്ള ചെറിയ ചെറിയ സംഭാവനകൾ 1 രൂപ, 2 രൂപ, 3 രൂപ അതങ്ങനെ വ്യക്തിപരമായിട്ട് നോക്കാതെ ചില്ലറകൾ തന്ന് ആ പാത്രം കിലുകിലാന്ന് കിലുക്കരുത്. നോട്ടുകൾ ഇട്ടാൽ കിലുങ്ങാതെ പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ സംഭാവനകൾ നൽകി
ഞങ്ങളെ ഗാനമേള അനുകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗാനമേള ആരംഭിക്കുന്നു. അറിയേരമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേര സോപ്പ് പട്ടി അറിയേരമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേര സോപ്പ് പട്ടി ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി അണിയേരമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേര സോപ്പ് പട്ടി അറിയേരമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേര സോപ്പ് പട്ടി പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി സിസിലി കുട്ടി തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി സിസിലി കുട്ടിരെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി പാട്ടി തള്ളര മുറുക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്.